الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവചരിത്രമാണ് മഹിതമായ ഗുണപാഠങ്ങളോടുകൂടി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തുടർച്ചയായി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിലും ആരാധന ആത്മീയ മേഖലകളിലും സമ്പാദനത്തിന്റെ ഇടത്തിലും സാത്വികനായി ജീവിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വിശകലനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ നമസ്കാരം ഏറെ സവിശേഷമായിരുന്നു എന്നും നിശീതിനിയുടെ നിശബ്ദതയിൽ നീണ്ട പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ശീലമായിരുന്നു എന്നും അദ്ദേഹം സവിശേഷമായ നോമ്പിന്റെ വക്താവായിരുന്നു എന്നും അതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരവും നോമ്പും ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാമയുടേതായിരുന്നു എന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വേദപാരായണത്തിന്റെ മഹത്വം ഏറെ കൃത്യമായി ചരിത്രം പിടിച്ചുകൊള്ളുന്നുണ്ട്. പാരായണത്തിന്റെ മസ്മരികതയിൽ പ്രപഞ്ചം പങ്കുചേരാറുണ്ടായിരുന്നു എന്നും പക്ഷികളും പർവ്വതങ്ങളും ദാവൂദ് അലൈഹിസ്സലാമയുടെ കൂടെ ഈ വേദപാരായണത്തിൽ മുഴുകുന്നതിനെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ തെളിവുപെടുത്തുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ച മഹാനായ ഭരണാധികാരിയും പ്രവാചകനുമായിരുന്നു അദ്ദേഹം എന്നതും അദ്ദേഹത്തിന്റെ സാത്വികതയെ, അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക ഭാവത്തെ, അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെ എടുത്തു പോകുന്നതാണ്. സാങ്കേതികമായ മികവിന്റെ ബലത്തിൽ ദിനേന എന്നോണം ഓരോ
പടയങ്കി നിർമ്മിച്ച് വിൽപ്പന നടത്തുകയും അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയ ഒരു ഭാഗം അന്നാട്ടിലെ സാധാരണക്കാരൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ചെറിയ ഒരു ഭാഗം സ്വന്തം ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു മഹാനായ ഭരണാധികാരി കൂടിയായിരുന്നു അറിയപ്പെടുന്ന ഈ പ്രവാചകൻ എന്നത് നാം പഠിച്ച പാഠം തന്നെ. ഇത്രയും ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടി വന്നത് വ്യക്തിയുടെ സ്വകാര്യതകളിലും വ്യക്തി ജീവിതത്തിലും ആരാധനാദി ആത്മീയ മേഖലകളിലും അധ്വാന പരിശ്രമത്തിൻ്റെ കുടുംബം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഏർപ്പെടുന്ന ആയുഷ്യത്തിൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗത്തിനും ഇത്രമേൽ സാത്വികനായ ഒരു മഹൽ വ്യക്തിത്വത്തെ നേർക്കുനേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിലെ 26ാമത് സൂക്തത്തിൽ അദ്ദേഹത്തിന് നൽകിയ ഒരു നിർദ്ദേശവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ഖുതുബയുടെ ഇതിവൃത്തം. യാ ദാവൂദ്, അല്ലയോ ദാവൂദ് അലൈഹിസ്സലാം, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, നിശ്ചയം നാം അങ്ങയെ ഭൂമിയിൽ ഖലീഫയാക്കി അല്ലാഹുവിന്റെ പ്രതിനിധിയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫഖും ബൈനൻ നാസി ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ അങ്ങ് സത്യത്തെ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭരിക്കുക. ജനങ്ങൾക്കിടയിൽ അങ്ങ് സത്യത്തെ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീതി നടപ്പാക്കുക. വലാ തത്തബിൽ ഹവ, അങ്ങ് ഒരിക്കലും ഇച്ഛയെ താല്പര്യങ്ങളെ പിൻപറ്റരുത്. താല്പര്യങ്ങളുടെ പിന്നാലെ പോയാൽ നീതിപൂർവ്വം ധരിക്കാൻ കഴിയില്ല. താല്പര്യങ്ങളുടെ പിന്നാലെ പോയാൽ നീതിപൂർവ്വം നീതി നിർവഹണം സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഈ രണ്ടു മേഖലയിലും താല്പര്യങ്ങളെ കൈയൊഴിഞ്ഞിട്ട് സത്യത്തെ ധർമ്മത്തെ മുറുകെ പിടിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കുക. അങ്ങനെ ധർമ്മത്തെ കൈയൊഴിഞ്ഞ് താല്പര്യങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത് എങ്കിൽ, താല്പര്യങ്ങളുടെ പിന്നാലെ പോയതിന്റെ പേരിൽ ധർമ്മത്തെ മൂല്യങ്ങളെ കൈയൊഴിയുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഫയുദില്ലക അൻ സബീലില്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അങ്ങ് വഴിതെറ്റിപ്പോകും, ദലാലത്തിലായി പോകും, ഹിദായത്തിൽ മാർഗദർശനത്തിൽ ആവുകയില്ല. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആളുകൾ ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ നസൂ യൗമൽ ഹിസാബ്, അവർ വിചാരണ നാളിനെ മറന്നുപോയതിന്റെ പേരിൽ. ഈ സൂക്തത്തെ മുൻനിർത്തി മൂല്യങ്ങളുടെ സംസ്ഥാപനത്തിന് വേണ്ടിയും അതിന്റെ പരിപാലനത്തിന് വേണ്ടിയുമാണ് മഹാരഥന്മാരായ പ്രവാചകന്മാർ വന്നത് എന്ന വസ്തുത ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാനായ പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെടുത്ത അദ്ദേഹത്തിന്റെ അനുചരന്മാരിൽ ഏറെ പുകഴ്പെറ്റ അദ്ദേഹത്തിന്റെ രണ്ടാമത് ഉത്തരാധികാരിയായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരിയും ഭരണീയരും നല്ലവരും സാത്വികരും ആ സമൂഹത്തിൽ തെറ്റിൽ ചെന്ന് വീഴുന്നവരും പ്രായത്തിനവരും ആ സമൂഹത്തിലെ യുവാക്കളും ഉൾപ്പെടെ എല്ലാവരും മൂല്യങ്ങളുടെ സംരക്ഷണത്തിൽ എത്രമേൽ തൽപരരായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കോടതി വിധിയുടെ ചരിത്ര പശ്ചാത്തലവും കൂടി വിശദീകരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഖുതുബയിലെ വർത്തമാനം. അതിന്റെ തുടർച്ചയിൽ തന്നെ ഈ സൂറത്തു സ്വാദിലെ ആയത്തിന്റെ ഫലത്തിൽ പൊതുജീവിതത്തിലെ മൂല്യ സംരക്ഷണം, പൊതുജീവിതത്തിലെ മൂല്യബോധം, ഈ വിഷയകമായ ഇസ്ലാം പഠിപ്പിച്ച മർമ്മപാഠങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. സ്വകാര്യതയിലും വ്യക്തിജീവിതത്തിലും ആരാധനാദി ആത്മീയ മേഖലയിലും സ്വന്തം കാര്യത്തിലുമൊക്കെ മൂല്യങ്ങൾ മുറുകെ പിടിക്കണം എന്ന കാര്യത്തിൽ നമുക്കിടയിൽ തർക്കമുണ്ടാവാറില്ല. ഏത് മൂല്യ വിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ദർശനങ്ങളെ മുറുകെ പിടിക്കുന്നവരും ഇക്കാര്യത്തിൽ പൊതുവെ നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. എന്നാൽ പൊതുജീവിതത്തിൽ പൊതുമേഖലയിൽ മൂല്യങ്ങൾ നശിച്ചുകൂടാ, അവിടങ്ങളിൽ മൂല്യവിചാരം ഇല്ലാതായി പോയിക്കൂടാ, മൂല്യങ്ങൾക്ക് കോട്ടം തട്ടിക്കൂടാ. അവിടങ്ങളിൽ മൂല്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ്, ധർമ്മം നിലനിൽക്കുമ്പോഴാണ് ഒരു രാജ്യം ഒരു സമൂഹം സ്വസ്ഥത അനുഭവിക്കുക.
അപ്പോഴാണ് നിർഭയത്വം ഉണ്ടാവുക. അവിടെയാണ് ഒരു സമൂഹ ഗാത്രം വളരുക, ഉയരുക, സുരക്ഷിതമാവുക എന്ന ബോധം പലപ്പോഴും ഈ സ്വകാര്യതകളിലും വ്യക്തിജീവിതത്തിലും മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് പലപ്പോഴും സമൂഹം അസ്വസ്ഥമായി ദുരനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ കാലത്തും നാം അനുഭവിക്കാറുണ്ട്. ഇവിടെ ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് നന്നായി നമസ്കരിക്കുന്ന, നന്നായി നോമ്പെടുക്കുന്ന, നന്നായി വേദപാരായണം നടത്തുന്ന, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന, ഭരണകൂടത്തിന്റെ നയാ പൈസ പറ്റാതെ പടയങ്കി നിർമ്മിച്ച് വിറ്റ് ജീവിക്കുകയും ആ ജീവിതത്തിന് വേണ്ടി വേണ്ടത് മാത്രമെടുത്ത് ബാക്കിയുള്ളത് നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം, ഭരണാധികാരി കൂടിയായ ഒരു പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം, അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്. നീ നിന്റെ വ്യക്തി ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ മുറുകെ പിടിച്ചാൽ പോരാ. നിന്റെ സ്വന്തം ഉപജീവന മാർഗത്തിന് നീ മൂല്യവിചാരമുള്ളവനായാൽ പോരാ. നിന്റെ ആരാധന ആത്മീയ മേഖലയിൽ നിന്റെ ശ്രമങ്ങൾ ഏറെ സവിശേഷമാണ്. പക്ഷെ അതുകൊണ്ടുമായില്ല. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ജനങ്ങളെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവനാണ് നീ. ജനങ്ങളുടെ കൈകാര്യകർത്താവായ ഹാക്കിം, ഭരണാധികാരിയാണ് അങ്ങ്. ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വിധി കൽപ്പിക്കുന്ന നീതിന്യായ നിർവഹണത്തിന്റെ വക്താവാണ് അങ്ങ്. അതുകൊണ്ട് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, സത്യത്തെ, ധർമ്മത്തെ, നീതിയെ, മൂല്യങ്ങളെ മുറുകെ പിടിച്ചു വേണം അങ്ങ് ഭരണം നടത്താൻ. ഇതിനെ മുറുകെ പിടിച്ചു വേണം അങ്ങ് നീതി നിർവഹിക്കാൻ. വലാ തത്തബിൽ ഹവ, ഒരിക്കലും ആ മേഖലയിൽ താല്പര്യങ്ങളുടെ അടിമകളായി പോകരുത് എന്ന് കൃത്യമായിട്ട് ഒരു പ്രവാചകനെ ഉപദേശിക്കുന്നത്. ദാവൂദ് അലൈഹിസ്സലാമയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകേണ്ടി വന്നത് അദ്ദേഹം നഊദുബില്ലാ ഒരു മോശക്കാരനായിട്ടല്ല. ഇത്രയും കൃത്യമായി മൂല്യവിചാരത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാത്വികനായ പ്രവാചകനും ഭരണാധികാരി കൂടിയുമായ ഒരു വ്യക്തിയെ മുൻനിർത്തി ഇതാ ഭരണം കൈയാളുമ്പോൾ, ഇതാ നീതിന്യായ നിർവഹണം നടത്തുമ്പോൾ അവിടെ ധർമ്മത്തെ മുറുകെ പിടിക്കണം, മൂല്യത്തെ മുറുകെ പിടിക്കണം. ആ മേഖലയിൽ നീ താല്പര്യങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല. താല്പര്യങ്ങളുടെ പിന്നാലെ പോയാൽ നീ ദലാലത്തിലായവൻ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാണ്. അത്തരം ആളുകളെ ശിക്ഷിക്കാനുള്ള ന്യായം അവർ നമസ്കരിക്കാത്തത് കൊണ്ടല്ല, അവർ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, അവർ നോമ്പെടുക്കാത്തത് കൊണ്ടല്ല, അവർ അവരുടെ കർമ്മങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ആ ഹിസാബിന്റെ നാളിനെ, വിചാരണ നാളിനെ മറന്നുപോയത് കൊണ്ടാണ് എന്ന് ഇത്രയും ശക്തമായി ഊന്നി പറയാനുള്ള കാരണം സവിശേഷമായ ശ്രദ്ധയറിയിക്കുന്നു എന്ന് സഹോദരന്മാരെ നമ്മൾ അറിയണം. അപ്പോൾ പൊതുജീവിതത്തിലും പൊതു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന മേഖലയിലും മൂല്യവിചാരം ഉണ്ടാവണം. അവിടെ മൂല്യങ്ങൾ അന്യം നിന്ന് പോകാൻ പാടില്ല. ഈ പൊതുമേഖലയിൽ മൂല്യങ്ങൾ അന്യം നിന്ന് പോകുമ്പോഴാണ് ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഉദാഹരണം വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കള്ളം പറയരുത്, അഴിമതി നടത്തരുത്, മോഷ്ടിക്കരുത് എന്നത് എല്ലാ ധർമ്മ വ്യവസ്ഥയും മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളാണ്. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഇതിൽ ഒരേ സ്വരമായിരിക്കും. അവന്റെ കയ്യിലുള്ള വേദത്തോട് കൂറുള്ളവനാണ് എങ്കിൽ. പക്ഷെ ഈ മൂല്യങ്ങൾ ഉള്ള ഒരു സമൂഹത്തിൽ ഈ മൂല്യങ്ങളെ കുറിച്ച് നമ്മുടെ ആളുകളുടെ സീതാ ചിന്താഗതി, ചർച്ചിന്റെ പണത്തിൽ അഴിമതി പാടില്ല, അമ്പലത്തിന്റെ ദേവസ്വം സ്വത്തിൽ അഴിമതി പാടില്ല, പള്ളിയുടെ പണത്തിലും അഴിമതി പാടില്ല എന്ന് മാത്രമാണ്. അതിനപ്പുറത്ത് പൊതുഭരണാധികാരം, ഒരു പൊതു സംവിധാനത്തിന്റെ കാവലാളായി ഒരു വാർഡ് തലം മുതൽ അങ്ങോട്ട് ഏതേതു തലമാവട്ടെ, ഒരു നീതിന്യായ നിർവഹണത്തിന്റെ മേഖലയിൽ, ഒരു ധർമ്മ സംസ്ഥാപനത്തിന്റെ മേഖലയിൽ, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മേഖലയിലാവട്ടെ, അവിടെ കള്ളം പറയരുത് എന്നതോ അഴിമതി പാടില്ല എന്നതോ മോഷണം ചെയ്യരുത് എന്നതോ നമ്മുടെ ആളുകളെ അസ്വസ്ഥപ്പെടുത്താറില്ല. അതുകൊണ്ട് തന്നെ പൊതുജീവിതത്തിൽ ഈ പറയുന്ന സകല അധാർമികതകളുമാണ് ഈ മതമൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവർ എന്ന് പറയുന്ന ആളുകളുടെ കാര്യത്തിൽ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് കഴിഞ്ഞുപോയ ഒരു മാസത്തിനപ്പുറം നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു ചർച്ച സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട്. ഭരണകൂടത്തിനും കോടതിക്കും ഈ വിഷയത്തിൽ എന്തായിരുന്നു സ്വരമെന്ന് പ്രിന്റ് മീഡിയയും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും പരതുന്ന ഈ സദസ്സിനറിയാം. എന്നാൽ സ്വവർഗരതി എന്ന വൃത്തികേട്, പ്രകൃതി വിരുദ്ധമായ ലൈംഗികത ആരും അവിടെ വ്യക്തിജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന കാര്യമേ അല്ല.
കുടുംബത്തിനും അത് ഇഷ്ടപ്പെടുകയില്ല. ആ മൂല്യത്തോട് നമുക്കൊക്കെ നാം മുറുകെ പിടിക്കുന്ന മതമൂല്യങ്ങളുടെ ബലത്തിൽ നല്ല ആദരവും ബഹുമാനവും ഉണ്ട്. പക്ഷേ ഈ മൂല്യവിചാരം പൊതുജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് സ്വവർഗരതി എന്ന കാര്യത്തിൽ ഭരണകൂടങ്ങൾക്ക് നിലപാടില്ല. സ്വവർഗരതി എന്ന വൃത്തികെട്ട മൃഗങ്ങൾ പോലും അറപ്പോടെ കാണുന്ന ഈ വിഷയത്തിൽ നിയമനിർമ്മാണ സംഹിതകൾക്ക് നിലപാടുകളില്ല. ഇതാണ് ഒരു രാഷ്ട്രവും സമൂഹവും അനുഭവിക്കുന്ന ദുരന്തം എന്ന് വിനയപുരസ്സരം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രാധാന്യം. ഇസ്ലാം ആ മേഖലയിൽ മൂല്യവിചാരം നിലനിൽക്കണം എന്ന് ഊന്നി പറയും. അതുകൊണ്ടാണ് ഇത്രയും സാത്വികനായ ഒരു പ്രവാചകനോട് നിങ്ങൾ രാജ്യം ഭരിക്കുന്നവനാണ്, നിങ്ങൾ കോടതിയിലെ ജഡ്ജിയാണ്, ഈ രണ്ട് മേഖലയിലും ഫഹ്കും ബൈനന്നാസ് ബിൽ ഹഖ്, ധർമ്മത്തെ മുറുകെ പിടിക്കണം, നീതിയെ മുറുകെ പിടിക്കണം, നീതിക്കൊരിക്കലും കോട്ടം തട്ടരുത്, ധർമ്മത്തിനൊരിക്കലും ഊനം തട്ടരുത് എന്ന് വളരെ കൃത്യമായി ഉത്ബോധിപ്പിക്കുന്നത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഊന്നി പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് കടന്നു വരേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ മുഖം അതാണ്. വ്യക്തിയുടെ സ്വകാര്യതയിൽ അവന്റെ സ്വന്തം താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ആചരിക്കുന്ന ഒന്നായിട്ട് മതമൂല്യങ്ങളെ ഇസ്ലാം ഒരിക്കലും കാണുന്നില്ല. അവനവന്റെ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനും അവനവന്റെ വ്യക്തി സുഖത്തിനായി ആചരിക്കുന്നതുമായ നിയമനിർമ്മാണവും നിയമസംഹിതയുമായിട്ട് മതത്തെ ഇസ്ലാം കാണുന്നില്ല. അത് പൊതുജീവിതത്തിൽ പ്രസക്തമാകുന്ന ഒന്നാണ്. പൊതുജീവിതത്തിലാണ് അതിന്റെ മുഖം ശരിയായിട്ട് വിളഞ്ഞു നിൽക്കേണ്ടത്. അതുകൊണ്ട് പൊതുജീവിത മേഖലയിൽ അഥവാ ഭരണനിർവഹണ മേഖലയിലും നീതിന്യായ നിർവഹണ മേഖലയിലും മുറുകെ പിടിക്കേണ്ടുന്ന മൂല്യവിചാരങ്ങളെ അക്കമിട്ട് നിരത്തുന്ന ഒരു മതമാണ് ഇസ്ലാം. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അദ്ദേഹം മദീനയുടെ ഭരണാധികാരിയും മദീനയിലെ കോടതിയിലെ ജഡ്ജിയും അവിടുത്തെ ആത്മീയ ആചാര്യനുമൊക്കെയായി നിലകൊണ്ട ആ സന്ദർഭത്തിൽ കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ച 3 ചിന്തകളുണ്ട്. ആ ചിന്തകൾ മുറുകെ പിടിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയുന്നില്ല എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അനുധാവനം ചെയ്യുന്നവരാണ് നമ്മളെന്ന് മേനി പറയാൻ നമുക്ക് അർഹതയുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതു ഭരണ നിർവഹണ മേഖലയിലും നീതിന്യായ നിർവഹണ മേഖലയിലും പഠിപ്പിച്ച ഈ 3 മൂല്യങ്ങൾ, ഈ 3 ധാർമ്മിക സംഹിതകളെ വളരെ കൃത്യമായി നടപ്പിൽ വരുത്തിയ, അതിന്റെ വിശാല തലത്തിൽ തന്നെ നടപ്പിൽ വരുത്തിയ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടതുപോലെ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാനുള്ള സത്വര ശ്രദ്ധ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു, നിർബന്ധ ബുദ്ധിയോടെ പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നത് ചരിത്രം കൃത്യമായി എടുത്തു പറയുന്ന ഒന്നാണ്. 3 തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ സംഭവങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലെ വർത്തമാന അവസ്ഥയിലെ ദുരന്തങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരും. അതിൽ ഒരു തത്വം ഇതാണ്: പൊതുഭരണ മേഖലയിലും നീതിന്യായ മേഖലയിലും പൊതുസമൂഹത്തിലും നാം പാലിക്കേണ്ടുന്ന മൂല്യവിചാരവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വം വ്യക്തിത്വവും പൗരസ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കണം എന്നാണ്. അത് മതം നോക്കിയിട്ട് മാറാൻ പാടില്ല, അത് ജാതി നോക്കിയിട്ട് തെറ്റിക്കാൻ പാടില്ല, അത് സാമ്പത്തികമായ ഉള്ള അവസ്ഥയും ഇല്ലാത്ത അവസ്ഥയും നോക്കിയിട്ട് സ്കെയിൽ മാറാൻ പാടില്ല. വ്യക്തിത്വം അംഗീകരിച്ചു കൊടുക്കണം, പൗരസ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ ഗവർണർ ചുമതലയേൽപ്പിക്കപ്പെട്ട ഒരു പട്ടണത്തിലെ മുസ്ലിം പള്ളിയുടെ വിപുലീകരണം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ആ പള്ളിയുടെ പരിസരത്തുള്ള പ്ലോട്ടുകൾ സാധാരണയിൽ ഉള്ളതിനേക്കാൾ കവിഞ്ഞ വില നൽകിയിട്ട് ഭരണകൂടം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം. എന്നിട്ട് അവിടെ അധിവസിക്കുന്ന ആളുകൾ ഇന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കണം. അവിടെ അവർക്ക് മതിയായ സ്ഥലവും വീട് വെക്കാനുള്ള ധനവും ഭരണകൂടം നൽകുന്നതാണ്. ഇതാണ് ഓർഡിനൻസ്. നമ്മുടെ കാലഘട്ടത്തിലെ സ്ഥലം അക്വയർ ചെയ്യുന്ന രീതിയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ അക്വയർ രീതിയും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് ഈ സംഭവം ഏറെ ഉദാഹരണമായിട്ട് മാറും. ഇങ്ങനെ ഒരു തീരുമാനം വരികയും സാധാരണഗതിയിൽ കവിഞ്ഞ വില കൊടുത്തുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കുകയും അങ്ങനെ ആ സ്ഥലം ഇടിച്ചു നിരപ്പാക്കി പള്ളി വിപുലീകരണ പണി നടക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഈ സ്ഥലത്തിന്റെ ഒരു പ്ലോട്ടിന്റെ ഉടമ ഒരു ക്രൈസ്തവ സ്ത്രീയായിരുന്നു. അവർ അവിടെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഭരണകൂടം ഗവർണർ അവസാന നിമിഷം വരെ കാത്തിരുന്ന് അവർ തയ്യാറാകാതെ വന്നപ്പോൾ അവർക്ക് കൊടുക്കേണ്ട വിലയുടെ 3 ഇരട്ടി
അവരുടെ പേരിൽ അവിടുത്തെ ട്രഷറിയിൽ നിക്ഷേപിച്ച ശേഷം ബലം പ്രയോഗിച്ച് ആ വീട് പൊളിച്ചു മാറ്റി ആ സ്ഥലം അക്വയർ ചെയ്തെടുത്ത് പള്ളി നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയി. ഈ ക്രൈസ്തവ സ്ത്രീ നേരെ കേന്ദ്ര കോടതിയിലേക്ക് വണ്ടി കയറി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ഒരു പരാതി ബോധിപ്പിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ ഗവർണറെ വിളിച്ചു വരുത്തി, കൈകാര്യകർത്താക്കളായ ഓഫീസിലെ ആളുകളെയും വിളിച്ചു വരുത്തി. കൃത്യമായ വിചാരണക്കൊടുവിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബോധ്യമായി ഈ സ്ത്രീയുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ല എങ്കിൽ ആ സ്ഥലം ഏറ്റെടുക്കാൻ പാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല വിധിച്ചത് ഈ സ്ത്രീയുടെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണം. അവിടേക്ക് വിപുലീകരിച്ച് പണിത പള്ളി പൊളിക്കണം, പള്ളി പൊളിച്ചിട്ട് അവരുടെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിധി പറഞ്ഞു എന്ന കാര്യം സഹോദരി സഹോദരന്മാരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് വിനയപുരസ്സരം നമ്മൾ ചിന്തിക്കണം. മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത്, മുസ്ലിം രാഷ്ട്രത്തിനകത്ത്, മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഒരു സ്ത്രീ, ഒരു അന്യ സമുദായക്കാരിയായ സ്ത്രീ അവിടെ വ്യക്തിത്വം പരിഗണിക്കുക, അവിടെ പൗരസ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുക, ഭരണകൂടം അവരോട് മാപ്പ് ചോദിക്കുക, അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഉദാത്തമായ ഈ ഭാവം, അത് ഇസ്ലാം അംഗീകരിക്കുന്ന പൊതുജീവിതത്തിലെ, പൊതുഭരണ നിർവഹണ മേഖലയിലെ, നീതിന്യായ നിർവഹണ മേഖലയിലെ ഉദാത്തമായ ഒരു മൂല്യമാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതാണ് ഇസ്ലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഫലസ്തീൻ അദ്ദേഹത്തിന് വിധിയപ്പെട്ടപ്പോൾ, ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമായി വന്നപ്പോൾ മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാൻ വേണ്ടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ആ യാത്രയിൽ ഫലസ്തീനിന്റെ അതിർത്തിയിലേക്ക് കടന്നപ്പോ അവിടുത്തെ ഭൂരിപക്ഷ സമുദായക്കാരായ ക്രൈസ്തവ സമൂഹം അധിവസിക്കുന്ന മേഖലയിൽ ഈ ഉമറിന്റെ രാഷ്ട്രത്തിലെ പൗരന്മാർ എന്ന നിലക്ക് ആ സഹോദര സമുദായ അംഗങ്ങൾ ഉമറിനെ അവിടെ ചർച്ചിൽ സ്വീകരിച്ചു. ചർച്ചിൽ സ്വീകരിച്ച് അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ഇടം നൽകി, അദ്ദേഹത്തിന് ഭക്ഷണവും പാനീയവും നൽകി. നമസ്കാര സമയമായപ്പോൾ അവർ തന്നെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അംഗസ്നാനം ചെയ്തു വന്നപ്പോൾ, വുളൂ ചെയ്തു വന്നപ്പോൾ ഇവർ ചർച്ചിൽ മുസല്ല വിരിച്ചിരിക്കുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ വേണ്ടി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ നമസ്കരിക്കുന്നില്ല. ഞാൻ ഇവിടെ നമസ്കരിക്കാത്തതിന്റെ കാരണം ചർച്ചിൽ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവുകയില്ല എന്നതല്ല, മറിച്ച് പിൽക്കാലത്ത് ഉമർ നമസ്കരിച്ച സ്ഥലമാണ് ഇത് എന്ന നിലയിൽ പിൽക്കാലത്ത് എന്റെ ജനത അവകാശവാദം ഉന്നയിച്ചു വന്നാൽ അത് സാമുദായികമായ സൗഹാർദ്ദം തകർത്ത് കളയും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വഴിയിൽ നമസ്കരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഈ മുസല്ലയെടുത്ത് ചർച്ചിന് പുറത്ത് റോട്ടിൽ വിരിച്ച് നമസ്കരിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്നു എന്ന കാര്യം സഹോദരി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അത് ആ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായ സഹോദര സമുദായ അംഗങ്ങളുടെ പോലും, അന്യ മതക്കാരുടെ പോലും വ്യക്തിത്വം അംഗീകരിച്ചു കൊടുക്കല, അവിടെ പൗരസ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കല, തെളിഞ്ഞ നീതിയും സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കല. അത് പൊതുഭരണത്തിൽ ഉണ്ടാവേണ്ട കാഴ്ചപ്പാടാണ്, അത് നീതിന്യായ നിർവഹണത്തിൽ ഉണ്ടാവേണ്ട കാഴ്ചപ്പാടാണ്. ഈ മൂല്യബോധം ചോർന്നു പോകുന്നു എന്നതാണ്, അല്ലെങ്കിൽ ചോർന്നു പോയിരിക്കുന്നു എന്നാണ് വർത്തമാന കാലഘട്ടത്തിലെ കേരളീയ സമൂഹത്തിന്റെയും ഇന്ത്യൻ അവസ്ഥയുടെയും അവസ്ഥ എന്ന് നാം വിനയപുരസ്സരം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പത്രം വായിക്കുമ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പോലീസ് ഇടപെടലിന്റെ രീതി ഒന്ന് വേറെയാകുന്നത്. അതുകൊണ്ടാണ് ഗുജറാത്തിലെ നീതിന്യായ നിർവഹണവും പോലീസ് രീതിയും ഒന്ന് വേറെയാണെന്ന് നാം വായിച്ചറിയുന്നത്. സമാനമായ അവസ്ഥ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുഭരണത്തിലും പൊതു നിയമ നിർവഹണ മേഖലയിലും നീതിന്യായ മേഖലയിലുമൊക്കെ ജീവിക്കുന്ന പൗരന്മാർ, അവർ ഏത് മതക്കാരാവട്ടെ, അവർ ഏത് സമുദായക്കാരാവട്ടെ, അവർ താഴ്ന്ന ജാതിയോ ഉയർന്ന ജാതിയോ ആവട്ടെ, അതൊന്നും മനുഷ്യത്വത്തിന്റെ പട്ടികയിൽ വരുന്ന പ്രശ്നങ്ങളെയല്ല. അവിടെ പൗരസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം, അവിടെ വ്യക്തിത്വം അംഗീകരിക്കണം. ആ മൂല്യബോധം മുറുകെ പിടിക്കാൻ കഴിയാതെ നമ്മുടെ ആളുകൾ ചർച്ചിലും അമ്പലത്തിലും പള്ളിയിലും അടയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവുകയില്ല എന്നും, രാഷ്ട്രം സ്വസ്ഥമാവുകയില്ല, നിർഭയത്വം ഉണ്ടാവുകയില്ല, സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല എന്നും വിനയപുരസ്സരം മുസ്ലിമീങ്ങളായ നമ്മളെങ്കിലും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ നാം നിർബന്ധിതരായിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു മൂല്യബോധം, ഈ മേഖലയിൽ ഉണ്ടാവേണ്ടുന്ന മൂല്യബോധം നിഷ്കൃഷ്ടമായ നീതി പുലരാൻ അറ്റം വരെ പോകണമെന്നാണ്. അത് പൊതുഭരണത്തിൽ ഉണ്ടാവേണ്ട രീതിശാസ്ത്രമാണ്.
അത് നിയമനിർമ്മാണ മേഖലയിൽ കാണിക്കേണ്ടുന്ന ഉത്കൃഷ്ടമായ മൂല്യവിചാരമാണ്. ഉമറുൽ ഫാറൂഖിലേക്ക് തന്നെ നമുക്ക് മടങ്ങാൻ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണക്രമമാണ്. മോഷണത്തിന് കൈവെട്ടലാണ് ശിക്ഷ. അത് ഇസ്ലാമിന്റെ രീതി അങ്ങനെ. സൂറത്തുൽ മാഇദയിലെ 36-ാമത് സൂക്തം, നമുക്ക് 38-ാമത് സൂക്തം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ, കട്ട മോഷണം നടത്തിയ പുരുഷനെയും മോഷണം നടത്തിയ സ്ത്രീയെയും ഫഖ്തഉ ഐദിയഹുമാ, അവിടെ രണ്ടുപേരുടെയും കൈകൾ കഷ്ടിച്ചു കളയണം. ജസാഅൻ ബിമാ കസബ, അവർ ചെയ്ത ഈ കുറ്റകൃത്യത്തിന് ഉത്തരമെന്നോണം, പ്രതിഫലമെന്നോണം, അതിലെ ശിക്ഷ എന്നോണം. നകാലൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള താക്കീത് എന്നോണം അവിടെ കൈകൾ ഖണ്ഡിച്ചു കളയണം. വല്ലാഹു അസീസുൻ ഹകീം, അള്ളാഹു ഏറെ പ്രതാപവാൻ യുക്തിജനുമാണ്. അപ്പോൾ മോഷ്ടിച്ച പുരുഷൻ, മോഷ്ടിച്ച സ്ത്രീ, രണ്ടും വേറെ വേറെ എടുത്ത് പറഞ്ഞിരിക്കുക. അസ്സാരിഖു വസ്സാരിഖത്തു എന്നാണ് പ്രയോഗം. അവരുടെ കൈകൾ മുറിച്ചു കളയൽ. വിചാരണക്കൊടുവിൽ കുറ്റവാളികളാണെന്ന് ബോധ്യം വന്നാൽ അവർക്കുള്ള ശിക്ഷ കൈ മുറിക്കൽ, കൈവെട്ടൽ എന്നതാണ് എങ്കിൽ ആ ശിക്ഷ നടപ്പാക്കണമെന്ന് ഫഖ്തഉ മുറിച്ചു കളയണമെന്ന കൽപ്പനാ രീതിയിൽ ഇസ്ലാമിന്റെ വിധിയുണ്ട്. ഈ വിധി നടപ്പാക്കുന്ന ക്രിമിനൽ സിവിൽ കുറ്റങ്ങളും ശിക്ഷയും നിലവിലുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ മോഷണത്തിന് പിടിക്കപ്പെട്ടു, കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു വിചാരണ തുടങ്ങി. വിചാരണക്കൊടുവിൽ സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും തെളിവിന്റെ ബലപരിശോധനയും നടന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഉമറിന് ബോധ്യമായി ഇദ്ദേഹം മോഷ്ടിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിച്ചു, നീ മോഷ്ടിക്കാൻ എന്താണ് കാരണം? അപ്പോൾ മോഷ്ടാവായ പ്രതി പറഞ്ഞു, ഭക്ഷണത്തിന് വകുപ്പുണ്ടായിരുന്നില്ല, പട്ടിണിയാണ് നാട്ടിൽ, അതുകൊണ്ട് എന്റെ കുട്ടികൾ കഴിക്കാൻ ആഹാരമില്ലാതെ വന്നപ്പോ തൊട്ടടുത്ത വീട്ടിൽ ഭക്ഷണമുള്ളത് ഞാൻ മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് വല്ലാതെയായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു കോടതി നടപടി അവിടെ നിർത്തി. അദ്ദേഹം ആ മേഖലയിലെ വിഷയത്തെ കുറിച്ച് പഠിച്ചിട്ട് ഒടുവിൽ അദ്ദേഹം വിധി പറഞ്ഞു. ഈ മോഷ്ടാവിനെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, മോഷണത്തിന്റെ ശിക്ഷ പിൻവലിച്ചു. ഏതാനും കാലത്തേക്ക് മോഷണത്തിന്റെ ശിക്ഷ പിൻവലിച്ചു. ആ മേഖലയിൽ ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് അന്നം കിട്ടാൻ ഭരണകൂടം റിലീഫ് പ്രവർത്തനങ്ങൾ തുടങ്ങി. ഏതാണ് ഈ ഉമറുൽ ഫാറൂഖ് ചെയ്ത പ്രവൃത്തി എന്ന് പരിശോധിക്കണം. കട്ടവൻ ആണാവട്ടെ പെണ്ണാവട്ടെ കൈവെട്ടണമെന്ന് ഖുർആന്റെ പ്രമാണമാണ്, ഇസ്ലാമിന്റെ വിധിയാണ്. ആ വിധി നിലനിൽക്കുന്ന രാജ്യത്ത് മോഷണത്തിന് പിടിക്കപ്പെട്ട ഒരു പ്രതി മോഷ്ടിച്ചു എന്ന് ബോധ്യമായപ്പോൾ ആ പ്രതി മോഷ്ടിച്ചത് എന്തിന്റെ പേരിലായിരുന്നു എന്നത് പരിശോധനാ വിധേയമാക്കിയപ്പോൾ ഭക്ഷണത്തിന് ഗതിയില്ലാതെ വരുമ്പോൾ മോഷ്ടിച്ചതാണ് എങ്കിൽ ആ മോഷണത്തിന് ശിക്ഷയില്ല. അതുകൊണ്ട് ആ പ്രയാസകാലം തീരും വരെ മോഷണത്തിന്റെ ശിക്ഷ പിൻവലിച്ചു ഒരു ഭരണകൂടം. അത് നീതി, ധർമ്മം, നിയമം നടപ്പാക്കുമ്പോൾ നീതിപൂർവ്വം നടപ്പാക്കുക എന്നതിന്റെ ഭാഗമാണ്. ഈ പ്രതിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇത് പട്ടിണി കിടക്കുമ്പോൾ മോഷ്ടിക്കുക എന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതിദത്തമായ രീതി എന്നാണ് സംഭവിക്കുന്നത്. കാരണം ഭക്ഷണം അത്രമേൽ പ്രധാനമുള്ള ഒന്നാണ്. അത് കിട്ടാൻ വേണ്ടി മോഷ്ടിച്ചേക്കാം. അപ്പോൾ സാഹചര്യമാണ് പ്രശ്നം. അവൻ ഈ കുറ്റം ചെയ്യാൻ കാരണം സാഹചര്യമാണ്. ആ സാഹചര്യത്തിന് പ്രതികൾ ഭരണാധികാരികളാണ്. അവിടുത്തെ പൗരന്മാർക്ക് കിട്ടേണ്ടുന്ന അന്നം ഉറപ്പുവരുത്താൻ ഭരണാധികാരിക്ക് കഴിയാതെ പോയത് കൊണ്ടാണ് ഇദ്ദേഹം മോഷ്ടിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഈ മോഷ്ടിച്ചവനല്ല പ്രതി, അവന്റെ ജീവിത സാഹചര്യത്തെ ഇவ்விதം ക്രൂരമായി മാറ്റിയെടുത്ത ഭരണകൂടമാണ് പ്രതി. അതുകൊണ്ട് ഫലത്തിൽ പ്രതി ഭരണകൂടമാണ്. അതുകൊണ്ട് ഇതിനെ ശിക്ഷിക്കാൻ പാടില്ല. ശിക്ഷിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമായി ശിക്ഷിക്കാതിരുന്നു എന്ന് മാത്രമല്ല, ആ പട്ടിണി കാലം മാറുവോളം മോഷണത്തിന്റെ ശിക്ഷ പിൻവലിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ പട്ടിണി കൊണ്ട് മോഷ്ടിക്കേണ്ടുന്ന അവസ്ഥ വരാതിരിക്കുമാറ് രാജ്യത്തിന്റെ സുഭിക്ഷതയ്ക്ക് വേണ്ടി നിയമ നടപടിക്രമങ്ങളും ഭരണ നിർവഹണവും നടപ്പിലാക്കിക്കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്തു എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇത്രയും കൃത്യമായി നിഷ്കൃഷ്ടമായ രീതിയായിരിക്കണം നടപ്പാകേണ്ടത്. നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിയമത്തിന്റെ പേരിൽ ഈ പാവത്താന്റെ കൈവെട്ടാൻ ഉമറുൽ ഫാറൂഖ് തയ്യാറായില്ല. അതാണ് നാം പഠിക്കേണ്ടുന്ന പാഠം. നീ മോഷ്ടിച്ചില്ലേ, മോഷ്ടിച്ചു, അതുകൊണ്ട് നിയമത്തിന് മുമ്പിൽ നീ പ്രതിയാണ്. അതുകൊണ്ട് പ്രതിയായ നിന്റെ കൈ വെട്ടിയേ പറ്റൂ. നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്നല്ല ഉമർ വെച്ചത്. നിയമം നീതിയുടെ വഴിക്ക് പോവട്ടെ എന്നാണ്. നിയമം നീതിയുടെ വഴിക്ക് പോവട്ടെ. ഇദ്ദേഹം മോഷ്ടിക്കാൻ കാരണമായത് ഈ സാഹചര്യമാണ്. ആ സാഹചര്യം സൃഷ്ടിച്ചത് ഭരണാധികാരി ഉൾപ്പെടെയുള്ള പ്രതികളാണ്.
അവിടുത്തെ പൗരന്മാർക്ക് മതിയായത് കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിയാതെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഭരണകൂടം ഉൾപ്പെടെ പ്രതികളാണ്. നമ്മൾ ഉൾപ്പെടെ പ്രതികളായ ഒരു ക്രമത്തിൽ ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിച്ച ഒരുത്തന്റെ കൈവെട്ടുക എന്ന നിയമത്തിന്റെ വർത്തമാനം പറയുന്നത് എത്രമേൽ ക്രൂരമാണ്. അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്നല്ല, നിയമം നീതിയുടെ വഴിക്ക് പോവട്ടെ എന്നാണ് ഇസ്ലാം വെക്കുക. ഇതാണ് ഇസ്ലാമിന്റെ മൂല്യവിചാരം. ഇത് ഭരണതലത്തിൽ ഉണ്ടാവേണ്ടതാണ്, നീതിന്യായ നിർവ്വഹണത്തിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നിഷ്കൃഷ്ടമായ നീതിയുണ്ടോ? പിടിക്കപ്പെട്ടവൻ ഒരു കുറ്റത്തിന് പിടിക്കപ്പെട്ടു. അവൻ പിടിക്കപ്പെട്ടതോ അവന്റെ സമുദായത്തെ വല്ലാത്ത അളവിൽ പീഡിപ്പിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ അവൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിലാണ്. ആ തെറ്റ് അവന്റെ സമുദായത്തെ പീഡിപ്പിക്കുന്നു എന്ന തെറ്റിന് ഒരു പ്രസക്തിയുമില്ല, അതാരും വിലയിരുത്തുന്നേയില്ല. പിടിക്കപ്പെട്ടവനെ ശിക്ഷിക്കാൻ നിയമത്തിന്റെ പേരിൽ വലിയ വായിൽ സംസാരിക്കുന്നു. ആ പിടിക്കപ്പെട്ട പ്രതികൾ പെണ്ണെടുത്ത വീട്ടുകാർ പ്രതികളാകുന്നു. അവൻ യാത്രാമധ്യേ ചായ കുടിക്കാൻ കേറിയ ചായക്കടക്കാരൻ പ്രതികളാകുന്നു. അവൻ ആരെയൊക്കെ പോയി കണ്ടോ അവരൊക്കെയും പ്രതികളാകുന്നു. അവൻ മുടിവെട്ടാൻ കയറിയ ബാർബർ ഷാപ്പ് ഉടമ വരെ പ്രതിയാകുന്നു. ഇവൻ ഈ തെറ്റ് ചെയ്യാൻ കാരണം അവന് സമുദായത്തോട് കാണിച്ച അന്യായമാണ്. അതിവിടെ ആർക്കും ചർച്ച ചെയ്യല്ല. എന്നിട്ട് അതിന്റെ പേരിൽ ഈ തെറ്റിനെ പിടികൂടുമ്പോൾ അപ്പോഴും അതിന്റെ ഭാരം വഹിക്കേണ്ടതും അതിന്റെ പീഡനം ഏറ്റുവാങ്ങേണ്ടതും ഇതേ സമുദായം തന്നെ. അപ്പോഴും ആരുടെയും നാവ് കൊണ്ടുന്നില്ല. അതിന് ന്യായം നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന തത്വമാണത്രേ. നിയമത്തിന്റെ വഴിക്കല്ല പോവേണ്ടത്, നിയമം നീതിയുടെ വഴിക്ക് പോകണമെന്ന് തിരുത്തി പറയാൻ ആർജവമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. ആ ആർജവമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. ആ ആർജവം ഇല്ലാത്തവർ സമുദായത്തിന്റെ പേരിൽ മിണ്ടരുത്. ഈ ആർജവം കാണിക്കാൻ കഴിയാത്തവർ ഉമറിന്റെ പേര് പറയരുത്. ഇത്രയും കൃത്യമായി ഈ പൊതുജീവിതത്തിൽ നിയമനിർവഹണ മേഖലയിൽ നിഷ്കൃഷ്ടമായ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഉദാത്തമായ പ്രവാചക മൂല്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് വലിയ വിലയുണ്ടാകുമെന്ന് മനസ്സിലാക്കരുത് എന്ന് വിനയ പുരസ്സരം നമ്മുടെ കാലഘട്ടത്തെ ഓർമ്മിക്കേണ്ടി വരും. ഇവിടെയാണ് ദാവൂദ് അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തിയ വാക്ക്. ജനങ്ങൾക്കിടയിൽ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ അടിസ്ഥാനത്തിൽ നീ ഭരണം നടത്തണം. നിന്റെ ഇച്ഛ, നിന്റെ പക, നിന്റെ വിദ്വേഷം, നിന്റെ വൈരം അതാവരുത് നയിക്കേണ്ടത് എന്ന ആ വാക്യം സൂറത്ത് സോദിലെ 26-ാമത്തെ വാക്യം എന്റെ സഹോദരന്മാർ കുറിച്ച് പോക്കറ്റിൽ വെക്കണം. സാത്വികനായ ഒരു പ്രവാചകനോട് പറഞ്ഞ വർത്തമാനമാണ്. മൂന്നാമതായി പൊതുഭരണ ജീവിതത്തിലും പൊതു നിയമ നിർവഹണ മേഖലയിലും മുറുകെ പിടിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിച്ച മൂല്യം വിഭവങ്ങളുടെ കൃത്യമായ പങ്കുവെപ്പാണ്. നാട്ടിലെ അവസാനത്തെ പൗരനും ജീവിക്കാനുള്ളത് കിട്ടണം. അതൊരു മൂല്യമാണ്, അതൊരു നീതിയാണ്, അതൊരു ധർമ്മമാണ്. എനിക്ക് ജീവിക്കാനുള്ളത് ഉണ്ട് എന്ന് വെച്ചാൽ പോരാ. ഈ നാട്ടിലെ അവസാനത്തെ പൗരനും ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഒരു സംഭവം കൂടി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രി പ്രജകളുടെ അവസ്ഥ അറിയാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഒരു വീട്ടിൽ വിളക്ക് കത്തുന്ന കാഴ്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കണ്ടു. ചെന്ന് നോക്കുമ്പോൾ ഒരു ഉമ്മ കലത്തിൽ വെള്ളം വെച്ച് തവിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുമക്കൾ ചുറ്റുമിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ കരഞ്ഞ് താഴ്ന്ന് ഉറങ്ങിയിരിക്കുന്നു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അസ്ലം റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. മൗല ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ച, അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന, ഇപ്പോൾ മോചിപ്പിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന വാദ്യക്കാരൻ അതായിരുന്നു അസ്ലം റളിയല്ലാഹു തആല. ഉമർ ഫാറൂഖ് ഈ കാഴ്ച കണ്ട് ഉമ്മയോട് ഇത്തിരി കയർത്തു. ഉമറാണ് വന്നത്, ഉമ്മക്ക് അറിയില്ല. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കരയിക്കേണ്ട കാര്യം എന്താണ്? അവർക്ക് ഭക്ഷണം വേഗം വിളമ്പിക്കൊടുത്ത് ഉറക്കാൻ നോക്ക് എന്നിങ്ങനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ വ്യക്തിയോട് കയറി, നിങ്ങൾക്ക് എന്തറിയാം? ഈ കലത്തിൽ ഒന്നുമില്ല, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ഭക്ഷണം പാകം ചെയ്യാൻ ഇവിടെ ദിവസങ്ങളായി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. എന്റെ കുഞ്ഞുമക്കളെ ഉറക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ കലത്തിൽ ഇങ്ങനെ തവിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഇപ്പോൾ ആവും എന്ന വിചാരത്തിൽ അവരങ്ങ് കരഞ്ഞ് ഉറങ്ങട്ടെ. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഭരണം ഏറ്റെടുത്ത് ഞങ്ങളുടെ ഭരണാധികാരിയായി വാഴുന്ന ഉമർ എന്ന ഒരുത്തനുണ്ടല്ലോ, ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കുകയും ഞങ്ങളെ മറക്കുകയും ചെയ്ത അവനെ പടച്ചവൻ വിടില്ല എന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോൾ ഉമർ ഞെട്ടിപ്പോയി. ഉമർ മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഉമറിന്റെ നടത്തത്തിന് വേഗത കൂടി. അസ്ലം റളിയല്ലാഹു തആല നടന്നിട്ട് കൂടെ എത്തിയില്ല. ഖജനാവ് തുറന്നിട്ട് അവിടുത്തെ ഗോഡൗൺ തുറന്ന് ഒരു ചാക്ക് നിറയെ മാവും ഒരു കയ്യിൽ കന്നാസ് നിറയെ ഒലിവെണ്ണയും എടുത്ത് സ്വന്തം ചുമലേറ്റി ഉമർ വേഗത്തിൽ നടന്നു. ഉമറിന്റെ നടത്തത്തിന്റെ വേഗതയും ഇത്രയും പ്രായമായ അവസ്ഥയിൽ ഈ ചുമടി ഏറ്റുന്നുവല്ലോ എന്ന അസ്വസ്ഥതയും അസ്ലം റളിയല്ലാഹു തആല വല്ലാതെ വേദനിപ്പിച്ചു.
അസ്ലം എന്ന യുവാവ് പറഞ്ഞു, അല്ലയോ അമീർ, ഞാൻ ചുമന്നു കൊള്ളാം. അതിന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, അൻത തഹ്മിലു അന്നി വിസ്രി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ പാപം നീ വഹിക്കുമോ? ഇവരുടെ ഭരണം ഏറ്റെടുത്തിട്ട് ഈ നാട്ടിലെ ഈ സഹോദരിക്കും മക്കൾക്കും മതിയായി കിട്ടാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ അല്ലാഹുവിൽ കുറ്റവാളിയായി പരലോകത്ത് വരുമ്പോ എന്റെ പാപം ഏറ്റുവാങ്ങാൻ നീ എന്റെ കൂടെ ഉണ്ടാകുമോ? അതുകൊണ്ട് ഞാൻ തന്നെ ചുമന്നു കൊള്ളാം. ആ ഭക്ഷണ വിഭവങ്ങൾ വീട്ടിലെത്തിച്ചിട്ട് ഉമർ ഫാറൂഖ് തിരിച്ചു നടന്നു. ഇതാണ് അവസാനത്തെ പൗരനും വിഭവങ്ങൾ കിട്ടുക എന്നത്. അതാണ് പൊതുഭരണത്തിലെ മൂല്യം, അതാണ് നീതിന്യായ നിർവഹണത്തിലെ മൂല്യം. 40% ആളുകൾ പട്ടിണിയിലാണ് എന്ന് നാം അറിയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആസൂത്രണ കമ്മീഷന്മാർ പോവർട്ടി ലൈൻ താഴ്ത്തി വെക്കും. എന്നിട്ട് 26 രൂപ മതി നിനക്ക്, 26 രൂപ ദിനേന വരുമാനമുണ്ടെങ്കിൽ നിനക്ക് ഒരു ആനുകൂല്യവും ഭരണകൂടത്തിൻ്റെത് തരാൻ അർഹനല്ല എന്ന് വലിയ വായിൽ സംസാരിക്കും. 40% കണ്ണിലെ കത്തുന്ന പട്ടിണിയുടെ ദീനവിലാപം കാണാൻ നമ്മുടെ ഭരണക്കാർക്ക് കണ്ടില്ല. എന്നാൽ 40ഓളം വരുന്ന ഈ നാട്ടിലെ ശതകോടീശ്വരന്മാരുടെ തകർച്ച കേൾക്കുമ്പോഴേക്ക് അവർ ഇഷ്ടം പോലെ ലോൺ അനുവദിക്കും. ഈ വൃത്തികേടിന് ഭരണം എന്ന് പറയുമെങ്കിൽ ഈ വൃത്തികേടിനോട് പൊറുക്കാൻ കഴിയാത്ത ഒരു കൂട്ടരായിട്ട് മുസ്ലിമീങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് പൊതുഭരണത്തിലെ നീതി, അതാണ് പൊതുനീതി നിർമ്മാണത്തിലെ ധർമ്മം. ഈ 3 മൂല്യങ്ങളെ കൃത്യമായി മുറുകെ പിടിച്ച് സത്യത്തിന്റെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭരണം നടത്തുക, നിങ്ങൾ നീതി നടപ്പാക്കുക. നാടോടുമ്പോൾ നടുവെ കിടന്ന് ഓടാൻ നിങ്ങൾ തയ്യാറാകരുത്, നിങ്ങൾ ഇച്ഛയുടെ പിറകെ പോകരുത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറ അഅറാഫിലെ സൂക്തമാണ് 52 ആയത്താണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. വൽ ബലദു ത്വയ്യിബു, നല്ല മണ്ണ് അല്ലാഹുവിന്റെ അനുമതിയോടെ നല്ല പഴങ്ങൾ മുളപ്പിക്കും. കെട്ട മണ്ണ് കെട്ട ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കും. നല്ല ആദർശം മാത്രമേ നല്ലത് സംഭാവന ചെയ്യൂ. കെട്ട ആദർശങ്ങൾ കെട്ട ഫലങ്ങളെ മാത്രമേ സംഭാവന ചെയ്യൂ. നല്ല മണ്ണ് നാഥന്റെ അനുമതിയോടെ നല്ല ഫലങ്ങളെ മുളപ്പിക്കും. കെട്ട മണ്ണ് കെട്ട ഫലങ്ങളെ മാത്രമേ ഉൽപ്പാദിപ്പിക്കൂ. ഇவ்விதം ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ നാം ആവർത്തിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. നന്ദി കാണിക്കാൻ തയ്യാറായ ജനതയ്ക്ക് ഇസ്ലാം ഒരു നല്ല ആദർശമാണ്. അത് മനുഷ്യന്റെ മുഴുവൻ മേഖലയിലും നീതിയും ധർമ്മവും മാത്രമാണ് ഉറപ്പിക്കുക. കെട്ട ആദർശങ്ങളുടെ വക്താക്കൾക്ക് പൊതുജീവിതത്തിൽ സുരക്ഷ നൽകാൻ കഴിയില്ല, അവർക്ക് നിർഭയത്വം വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. തന്റെ കർമ്മങ്ങൾക്ക് അല്ലാഹുവിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഉറച്ച ബോധ്യത്തിൽ അധിഷ്ഠിതമായ ദർശനത്തിന് മാത്രമേ മനുഷ്യന്റെ ഐഹികമായ ക്ഷേമവും പാരത്രികമായ രക്ഷ ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന ബോധം ഇസ്ലാമിനെ കുറിച്ച് വിശ്വാസികൾക്ക് ഉണ്ടാവണം. നമുക്ക് നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാം, നമ്മുടെ കാലഘട്ടത്തെ അറിയാം, ഇസ്ലാമിന്റെ നന്മയെ ഏറ്റെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعم نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا
لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار